ഒരുപാട് പേർ ഇതിലകത്തുണ്ട്, പക്ഷെ പലരും ഫെയിലിയറായിട്ട് തിരിച്ചു പോകാറാണ് സാധാരണ. ഒരു വർഷം 1.5 വർഷം വരെ ഏതൊരു ടഫ് ജോബാണ്. ഇപ്പോൾ സെയിൽസിൽ വരുന്ന ഏതൊരു സാധാരണക്കാരനാണെങ്കിലും ഞാൻ അവർക്ക് ഫസ്റ്റ് അഡ്വൈസ് കൊടുക്കുന്നത് ഇതാണ്: നിങ്ങൾ ആദ്യത്തെ ഒരു വർഷം അല്ലെങ്കിൽ 1.5 വർഷം നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയാൽ മാത്രമേ ഈ ഫീൽഡിൽ നിങ്ങൾക്ക് ബന്ധങ്ങളുണ്ടാവണം. തീർച്ചയായിട്ടും അവിടെയാണ് നമ്മൾ അല്ലെങ്കിൽ പിന്നെ അത് നമ്മുടെ പാഷനായിരിക്കണം. ഇതൊരിക്കലും സാമ്പത്തികം നോക്കി വരുന്ന ഒരു ജോലിയല്ല. അപ്പോൾ ഈ 100 പേർക്ക് തൊഴിൽ എന്ന് പറയുന്നത് അവിടെ റെസ്റ്റോറൻറ്റുകളായിരിക്കാം, അങ്ങനെ അത്തരത്തിലുള്ള ടൂറിസവുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയാണ്. അത് വലിയൊരു പ്രോജക്റ്റായിട്ട് നമുക്ക് തയ്യാറാക്കേണ്ടതുണ്ട്. ഇത് തയ്യാറാക്കി ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടോടെ, ജനങ്ങളുടെ സപ്പോർട്ടോടെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രോജക്റ്റായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണ് താല്പര്യം. UAE ഗവൺമെൻറ് തീർച്ചയായിട്ടും ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ചുകൂടെ പ്രൊയാക്റ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ്. മെഡിക്കൽ ഇൻഷുറൻസ് എന്നുള്ളത് അവിടെ കമ്പൽസറിയാണ്. അതിപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് തന്നെ മെഡിക്കൽ ഇൻഷുറൻസ് ഇപ്പോൾ കമ്പൽസറി ആക്കിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് നിരവധി പേരാണ് തൊഴിൽ തേടി GCC UAEയിലോട്ടൊക്കെ എത്തുന്നത്. നമ്മളൊക്കെ ദുബായിൽ ചെന്നാൽ ഏറ്റവും അധികം കാണുന്ന മലയാളികളെ തന്നെയാണ്. എന്നാൽ വളരെ കുറച്ച് പേരാണ് അവിടെ ചെന്ന് ജോലി ചെയ്ത് പിന്നീടൊരു സംരംഭം നടത്തി വിജയിപ്പിച്ചിട്ടുള്ളത്. ഹായ്, ഞാൻ ഷമീം റഫീഖ്, കോർപ്പറേറ്റ് ട്രെയിനർ, ബിസിനസ് കോച്ച്. സ്പാർക്കുള്ളൊരു പുതിയ എഡിഷനിലേക്ക് സ്വാഗതം. നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു വ്യക്തി അവിടെ ചെന്ന് ഒരു മേഖല കണ്ടുപിടിച്ച് അതിൽ വിജയിച്ച് അതിനുശേഷം അതേ മേഖലയിൽ ഒരു ബിസിനസ് തുടങ്ങി നിരവധി പേർക്ക് തൊഴിൽ കൊടുത്ത സ്പാർക്കുള്ളൊരു കഥയാണ്. എന്നോടൊപ്പം സ്പാർക്കുള്ള കഥ പറയാനിരിക്കുന്നത് ബിജുവാണ്. ബിജു, സ്വാഗതം സ്പാർക്കിലേക്ക്. ബിജു പുളിക്കൽ, നാട് എവിടെയാണ്? ഞാൻ തൃശ്ശൂർ നാട്ടിക സ്വദേശിയാണ്. നാട്ടിക, വലപ്പാട്. നാട്ടികയൊക്കെ വലിയ വലിയ സംരംഭകരെയൊക്കെ സൃഷ്ടിച്ച നാടാണ്. അതെ അതെ അതെ, ആ തീരദേശം. അതെ അതെ, യൂസഫ് അലി സാറുണ്ട്. അതുപോലെ തന്നെ പലരും ഇപ്പം നാട്ടിലാണെങ്കിൽ പോലും നാട്ടികയിൽ നിന്നും വലപ്പാട് നിന്നെല്ലാം നിരവധി വ്യവസായികളുണ്ടായ നാടാണ്. അക്കൂട്ടത്തിൽ താങ്കളും ആവട്ടെ. താങ്കളുടെ പഠനമൊക്കെ? പഠനം 1ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ ഞങ്ങളുടെ നാട്ടിൽ തന്നെ കഴിമ്പ്രം സ്കൂളിൽ തന്നെയാണ് പഠിച്ചത്. പിന്നീട് കലാലയ ജീവിതം? കലാലയം KKTM ഗവൺമെൻറ് കോളേജിലായിരുന്നു. ഗവൺമെൻറ് കോളേജിലായിരുന്നു, കൊടുങ്ങല്ലൂർ. താങ്കൾ അക്കാലം തൊട്ട് തന്നെ ഒരു രാഷ്ട്രീയത്തിലും സ്റ്റുഡൻസ് യൂണിയനിലൊക്കെ വളരെ പ്രമുഖരായിരുന്നു. അല്ല, രാഷ്ട്രീയം എന്നുള്ളത് ഒരു പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് മാത്രം കണ്ടിട്ടുള്ളൂ. അതിൽ തീർച്ചയായിട്ടും ക്യാമ്പസിലുണ്ടായിരുന്നു. ക്യാമ്പസിൽ സ്റ്റുഡൻറ് എഡിറ്റർ ആയിരുന്നു. സെക്കൻഡ് ഇയർ, ഫൈനൽ ഇയർ കോളേജ് യൂണിയൻ ചെയർമാനായിരുന്നു. ഓ, അത് ശരി. അപ്പോൾ ആ ലെവലിലൊക്കെ നിന്നാൾ, അപ്പോൾ സമൂഹവുമായിട്ട് അടുത്ത ബന്ധമുള്ള ഒരാളാണ്. അതെ, തീർച്ചയായിട്ടും. അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഈ പറഞ്ഞ രീതിയിലേക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ, അത് ബിസിനസ് ആയാലും അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സമയത്താണെങ്കിലും ജനങ്ങളുമായിട്ടുള്ള നമ്മുടെ ബന്ധങ്ങളെല്ലാം നിലനിർത്താൻ അതിൻ്റെയൊക്കെ ഒരു ഫൗണ്ടേഷൻ തീർച്ചയായിട്ടും അതെല്ലാം നമ്മൾ കുട്ടികളോട് ശേഷം പഠിച്ചതിന് ശേഷം പിന്നെ എന്താ ചെയ്തത്? അതിനുശേഷം ഞാൻ ചെന്നൈയിലായിരുന്നു. ചെന്നൈയിൽ IT വിദ്യാഭ്യാസമായിട്ട് അതുപോലെ തന്നെ തൊഴിൽ 1 വർഷമാണ് അവിടെ ചെന്നൈയിൽ ചെയ്തത്. അതിനുശേഷം IT കോഴ്സ് പഠിക്കാൻ പോയി. അപ്പോൾ താങ്കളുടെ പാരന്റ്സ് ആരെങ്കിലും ബിസിനസ്സിലോ അങ്ങനെ എന്തെങ്കിലും ആണോ? ഒരിക്കലും അല്ല. താങ്കൾ നേരെ IT പഠിക്കാൻ അവിടെ ചെന്നു, ചെന്നൈ. അതെ. എന്നിട്ട് അതിനുശേഷം അവിടെ തൊഴിലുണ്ടായിരുന്നു. വിപ്രോയിലായിരുന്നു. ഓ, വലിയ സ്ഥാപനമാണ്. അവിടെ എത്ര നാള്? അവിടെ 1 വർഷത്തോളം കോൺട്രാക്ട് ആയിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ UAEയിലേക്ക് അങ്ങനെ പ്രവാസിയായി. എങ്ങോട്ടാണ് ചെല്ലുന്നത്? ദുബായിൽ തന്നെയാണ്. എക്സാക്ട്ലി ദുബായിൽ തന്നെയായിരുന്നു ചെന്നത്. അവിടെ ചെന്ന് എന്ത് ജോലിയായിരുന്നു? ചെന്ന് IT വർക്കുമായിട്ട് ബന്ധപ്പെട്ട് 3 വർഷമാണ് IT-യിൽ നമ്മൾ വർക്ക് ചെയ്തത്. IT സത്യം പറഞ്ഞു കഴിഞ്ഞാൽ IT ചെറിയൊരു സ്ഥാപനത്തിലാണ് ഞാൻ കയറിയത്. അതൊന്നും എനിക്ക് മാനസികമായിട്ട് ഒരു ശമ്പളം എന്നുള്ളതിനപ്പുറത്ത് അത് മാനസികമായിട്ട് അത്രത്തോളം സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്നു എന്നുള്ളൊരു വലിയ പാഷൻ അല്ല. അത് ഞാൻ തിരിച്ചറിഞ്ഞത് വൈകിയാണ്. അതിനുശേഷമാണ് കുറച്ചുകൂടി നമുക്ക് മനുഷ്യരുമായിട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു തൊഴിൽ എന്നുള്ള രീതിയിലേക്ക് മാറിയത്. എന്തായിരുന്നു അത്? അതാണ് ഇൻഷുറൻസ് ഫീൽഡ്. ഇൻഷുറൻസ്. അപ്പോൾ നമ്മുടെ നാട്ടിലധികം എന്താ പറയുക, കടക്കാൻ മടിക്കുന്ന, കാരണം നല്ല പ്രഷറുള്ള ഒരു ജോലിയാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. പക്ഷേ താങ്കൾ അവിടെ ഇൻഷുറൻസിലാണ്. അതെ. വെരി ഗുഡ്. ഇൻഷുറൻസ് തമ്മിൽ അണ്ടർറൈറ്റർ ആയിട്ടായിരുന്നു. റേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന എല്ലാ ഡോക്യുമെൻസും വെരിഫൈ ചെയ്തതിന് ശേഷം ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ പോർട്ടൽ യൂസ് ചെയ്യുന്ന രീതിയിലുള്ളൊരു പ്രവർത്തനമാണിത്. തീർച്ചയായിട്ടും റിസ്കി ജോബാണ്. നമ്മുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള മിസ്റ്റേക്സ് വന്നാൽ തന്നെ അതെല്ലാം വലിയ രീതിയിൽ ബുദ്ധിമുട്ടിലേക്ക് വരും. അപ്പോൾ അത്തരത്തിലുള്ള വലിയ റിസ്കി ജോബ് തന്നെയാണ് നമ്മൾ എടുത്തത്. പക്ഷേ അതൊരു നമുക്ക് തീർച്ചയായിട്ടും ഹാപ്പി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയൊരു ജോബായിരുന്നു. അതിൻ്റെ പ്രഷറും അല്ലെങ്കിൽ അതിനെ അപ്പുറത്തേക്ക് വരുന്ന എല്ലാ തരത്തിലുള്ള വെല്ലുവിളികളെയും നമുക്ക് അതിജീവിക്കാൻ പറ്റിയിട്ടുണ്ട്. അത് 10 വർഷം ഒരു സ്ഥാപനത്തിൽ തന്നെയാണ് വർക്ക് ചെയ്തത്. 10 വർഷം അവിടെ വളർന്നോ?
വളർന്നു എന്ന് മാനസികമായും അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടെല്ലാം വളരാൻ ഉള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അവസാനം ഏത് പോസ്റ്റിലെത്തി? ഞാൻ മോട്ടോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മാനേജർ പൊസിഷനിൽ. അപ്പോൾ അവിടെ ഓൾ ഇൻ ഓൾ ആണ്. അതെ അതെ അതെ. ആ സ്ഥാപനത്തിൻ്റെ ഉയർന്ന പോസ്റ്റിൽ തന്നെ എത്തി. അതെ അതെ, തീർച്ചയായിട്ടും വളരെ ചെറിയ പൊസിഷനിൽ കയറിയതാണ്. ആ സമയത്ത് വിവാഹം കഴിഞ്ഞു? വിവാഹം കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സത്യത്തിൽ ലവ് മാരേജ് ആണ്. അത് ശരി. ഭാര്യയുടെ പേര് ശ്രീതി. ഓക്കെ. അദ്ദേഹം അവിടെ ജോലി ചെയ്യായിരുന്നു? അതെ അതെ, നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ ജോലി ചെയ്യുന്നു. അപ്പൊ ജോലിയും വിവാഹവും ഒക്കെ അതിനകത്ത് തന്നെ ഈ പറഞ്ഞ 10 വർഷ ടൈമിനുള്ളിൽ തന്നെ കുട്ടികൾ രണ്ട് കുട്ടികളുണ്ട്. അപ്പൊ ആ സമയത്തൊക്കെയാണ് താങ്കളുടെ ഒരു സംരംഭക മോഹം ഉള്ളിൽ നിന്ന് ഉയർന്നു പുറത്തു വരുന്നത്? അല്ല, എനിക്ക് ആദ്യമേ അത്തരത്തിൽ ചില ചിന്താഗതികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിന് പറ്റിയൊരു സാമ്പത്തിക ബാക്ക്ഗ്രൗണ്ട് എനിക്ക് ഉണ്ടായിരുന്നില്ല. അതൊരു വലിയ അത്യാവശ്യം ഇൻഷുറൻസ് മേഖല എന്ന് പറയുമ്പോൾ വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് വരുന്ന ഒരു മേഖലയാണ്. ഒരു സ്ഥാപനം തുടങ്ങണമെന്നുണ്ടെങ്കിൽ തന്നെ അത് മനസ്സിൽ കണ്ടുകൊണ്ടാണ് 10 കൊല്ലത്തോളം നിങ്ങൾ രണ്ടുപേരും ജോലി ചെയ്തത്? അതെ അതെ. ഓക്കെ. പിന്നീട് ഒരു സംരംഭം തുടങ്ങിയോ? തുടങ്ങി. എന്ത് മേഖലയിലാണ്? അതും ഇൻഷുറൻസ് തന്നെയാണ്. നമുക്ക് അറിയാവുന്ന മേഖല. അതെ അതെ. ഓക്കെ. എന്താണ് ഇൻഷുറൻസിൽ എന്തിലോട്ട് ഇറങ്ങിയത്? നമ്മൾ തുടങ്ങിയത് സെക്യൂർ മീ ഇൻഷുറൻസ് സൊല്യൂഷൻ. ഓക്കെ. അതൊരു ഇൻഷുറൻസ് സൊല്യൂഷൻ തന്നെയാണ്. ഓക്കെ. അത് നോർത്ത് സ്റ്റാർ ഇൻഷുറൻസ് ബ്രോക്കേഴ്സ് മായിട്ട് പാർട്ട്ണർഷിപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുന്നത്. ഇൻഷുറൻസ് ബ്രോക്കിംഗ് കമ്പനിയാണ്? അതെ അതെ, ഇൻഷുറൻസ് ബ്രോക്കിംഗ് കമ്പനിയാണ്. അവിടെ ഒരു ചോദ്യം. കാരണം UAE പോലൊരു സ്ഥലത്ത് ഇൻഷുറൻസ് ബ്രോക്കിംഗ് കമ്പനി തുടങ്ങുക എന്ന് പറയുന്നത് വലിയ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള കാര്യമാണ് അല്ലേ? എന്താണ് അതിന്റെ ഒരു ഇൻവെസ്റ്റ്മെന്റ്? 3 മില്യൺ മിനിമം ഗവൺമെന്റിലേക്ക് ഡെപ്പോസിറ്റ്. 3 മില്യൺ ദിർഹംസ്? അതെ. നമ്മളുടെ കമ്പനി 4 മില്യൺ ആണ് അത് ചെയ്തിരിക്കുന്നത്. അത് അതിനപ്പുറത്ത് വലിയ ഇൻവെസ്റ്റ്മെന്റ് വരുന്നത് നമ്മൾ ഹ്യൂമൻ റിസോഴ്സുമായിട്ട് ബന്ധപ്പെട്ട്. ഓക്കെ. ഒരു ടീമിനെ ബിൽഡ് ചെയ്യുന്നതിൻ്റെ അപ്പുറത്ത് ഇൻഷുറൻസ് അതോറിറ്റി ആവശ്യപ്പെടുന്ന വലിയ ഘടകങ്ങളുണ്ട്. ഒന്ന് നമ്മളുടെ ജനറൽ മാനേജർ, ഓപ്പറേഷൻ മാനേജർ, അതുപോലുള്ള വലിയ IT അല്ലെങ്കിൽ തീർച്ചയായിട്ടും വലിയ രീതിയിലേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് അതിലേക്ക് വരുന്നത്. അത് അങ്ങനെ വലിയൊരു മേഖലയിലോട്ടാണ് താങ്കൾ കടന്നു വരുന്നത്. അധികമാരും കടക്കാൻ മടിക്കുന്ന ഒരു മേഖലയാണ്. അതും ഈ 3 മില്യൺ ദിർഹംസ് എന്നൊക്കെ പറയുന്നത് നമുക്കത് തൊടാനും പറ്റില്ല. ഇല്ല, ആ പൈസ അത് സെൻട്രൽ ബാങ്കിന് മാത്രമായിട്ട് മാറ്റിവെക്കാൻ. അത് എല്ലാ വർഷവും അതിന് കോസ്റ്റും ഉണ്ടോ? അതെ, അതിന് എല്ലാ വർഷവും ലോക്കർ ചാർജ് എന്നുള്ള രീതിയിലേക്ക് വലിയൊരു എമൗണ്ട് ഇന്ത്യൻ റുപ്പീസായിട്ടൊക്കെ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് വലിയൊരു എമൗണ്ട് അതിലേക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട് എല്ലാ വർഷവും. അതിന് അതെ നമ്മൾ പൈസ കൊടുത്താൽ മാത്രം പൈസ അവർ വെക്കുന്നതിന് നമ്മൾ പൈസ അങ്ങോട്ട് കൊടുക്കണം. അതെ അതെ അതെ, അതാണ് നിയമം. പക്ഷേ അത് ഇൻഷുറൻസിലെ എന്തൊക്കെ മേഖലകളിലാണ് നിങ്ങളുടെ പ്രോഡക്റ്റ്? ഞങ്ങൾ ലൈഫ് ഇൻഷുറൻസ് ഒഴിച്ച് എല്ലാ മേഖലകളിലും ഞങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാ മേഖലകളിലും. ലൈഫ് ഇൻഷുറൻസ് ഈസ് നോട്ട് അവർ ബാക്കി എല്ലാ കാര്യങ്ങളിലും എല്ലാ വാഹന മെഡിക്കൽ ഇൻഷുറൻസുകൾ, ജനറൽ പ്രോഡക്റ്റുകൾ, അതുപോലുള്ള എല്ലാ ഇൻഷുറൻസ് പ്രോഡക്റ്റുകളും ഞങ്ങൾ. നമ്മുടെ നാടെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു വാഹനം എന്നത് മാൻഡേറ്ററി ആണ്. അതെ, ഇൻഷുറൻസ് ഇല്ലാണ്ട് നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ല എന്ന് പറയില്ല. പക്ഷെ ബാക്കിയൊക്കെ ഓപ്ഷനിലാണ്. ഇപ്പം എൻ്റെ വീട് ഇൻഷുർ ചെയ്യാം, അല്ലെങ്കിൽ ഓഫീസ് ഇൻഷുർ വേണ്ടതെന്ന് എൻ്റെ തീരുമാനമാണ്. ലൈഫ് വേണമെങ്കിൽ ഇൻഷുർ ചെയ്യാം എന്ന് പറയുന്ന ആൾക്കാരാണ്. പക്ഷെ അവിടെ അങ്ങനെയാണോ? അവിടെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ UAE ഗവൺമെൻറ് തീർച്ചയായിട്ടും ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ചുകൂടെ പ്രൊയാക്റ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ്. മെഡിക്കൽ ഇൻഷുറൻസ് എന്നുള്ളത് അവിടെ കമ്പൽസറിയാണ്. അതിപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് തന്നെ മെഡിക്കൽ ഇൻഷുറൻസ് ഇപ്പോൾ കമ്പൽസറി ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വാഹന ഇൻഷുറൻസ് മുന്നേ അവിടെ കമ്പൽസറിയാണ്. അതുപോലെ തന്നെയാണ് ജനറൽ പ്രോഡക്റ്റുകൾ. ഇപ്പോൾ ഒരു ഷോപ്പ് ഇൻഷുറൻസ് നിർബന്ധമായിട്ട് എടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഒരു ഷോപ്പിംഗ് മാളിൽ നമ്മൾ ജനങ്ങൾ സ്ഥിരമായിട്ട് കയറി പോകുന്ന ഷോപ്പിംഗ് മാളുകളിൽ നിർബന്ധമായിട്ടും ഒരു ചെറിയ വർക്കിന് വേണ്ടി ഏതെങ്കിലും ഒരു കമ്പനി സമീപിച്ചാൽ ആ കമ്പനിക്ക് ഇൻഷുറൻസ് ഇല്ലാതെ ഇതിനകത്തേക്ക് കിടക്കാൻ പറ്റാത്തൊരു സ്ഥിതി ഉണ്ടാവും. നമ്മുടെ നാട്ടിലെല്ലാം ഹ്യൂമൻ അല്ലെങ്കിൽ മനുഷ്യൻ്റെ എത്രത്തോളം സെക്യൂരിറ്റി കൊടുക്കുന്നു എന്നുള്ളിടത്താണ് ആ ചോദ്യം വരുന്നത്. അത്ര സൂക്ഷിച്ചു. അപ്പോൾ എല്ലാ ഇൻഷുറൻസ് എന്ന് പറയുന്നത് അവിടെ ഓപ്ഷനലല്ല, മാൻഡേറ്ററി ആണ്. അതുകൊണ്ടാണ് ഇൻഷുറൻസ് ബ്രോക്കിംഗ് ഫേമുകളായാലും ഇൻഷുറൻസ് കമ്പനികളാണെങ്കിലും കൂടുതലായിട്ട് അവിടെ സർവീസ് ബേസ് ആയിട്ട് മുന്നോട്ട് നീങ്ങുന്നത്. അപ്പോൾ അവിടെയാണ് അടുത്ത ചോദ്യം. കാരണം ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് നേരിട്ട് ബന്ധപ്പെടാൻ സാധ്യത ഉള്ള സമയത്ത് ഒരു മീഡിയേറ്റർ അഥവാ ബ്രോക്കിംഗ് കമ്പനിയുടെ ആവശ്യകത എന്താണ് അവിടെ? അത് നല്ലൊരു ചോദ്യമാണ്. കാരണം ഇൻഷുറൻസ് ബ്രോക്കിംഗ് ഫേമും ഇൻഷുറൻസ് കമ്പനികളും വലിയ രണ്ട് വ്യത്യാസങ്ങളിൽ നിൽക്കുന്നുണ്ട്. സത്യത്തിൽ നമുക്കത് തോന്നും ഇത് രണ്ടും കോമൺ ആയിട്ട് നിൽക്കുന്നതല്ലേ, നമുക്ക് നേരിട്ട് ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടാൽ പോരെ. പക്ഷെ അതങ്ങനെയല്ല. ഓരോ ഇൻഷുറൻസ് കമ്പനിക്കും അവരുടേതായ ലിമിറ്റേഷൻസ് ഉണ്ട്. ഇത്രയും വലിയൊരു ഡാറ്റാബേസ് അല്ലെങ്കിൽ ക്ലയൻറ്റ് ബേസ് വെച്ചുകൊണ്ട് ഇൻഷുറൻസ് കമ്പനി പോകുന്ന സമയത്ത് അവരുടെ എല്ലാം ചില ഇൻഷുറൻസ് കമ്പനികളുടെ പ്രൊഡക്ഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾക്ക് ഇവിടെ പറയാൻ പറ്റാത്ത വലിയ സംഖ്യയുള്ള വോളിയം ബുക്ക് ചെയ്യുന്ന ഇൻഷുറൻസ് കമ്പനികളുണ്ട്. അതുപോലെ വലിയ 300 മില്യൺ 400 മില്യൺ വരെ ചെയ്യുന്ന ഇൻഷുറൻസ് കമ്പനികളുണ്ട്. ഇതെല്ലാം ചെറിയ ഒരു ബ്രോക്കിംഗ് ഫേമിന് ചെയ്യാൻ പറ്റാവുന്ന വോളിയൊക്കെയുള്ള ഇൻഷുറൻസ് കമ്പനികളുണ്ട്. പക്ഷേ അവർക്ക് അതിനനുസരിച്ചുള്ള സ്റ്റാഫ് കപ്പാസിറ്റി കൂട്ടേണ്ടതായിട്ട് വരും.
അപ്പോൾ ഇത് പ്രാക്ടിക്കലായ ഒരു കാര്യമല്ല. ഇത്രയധികം കസ്റ്റമേഴ്സ് വിളിച്ച് അവരുമായിട്ട് തീർച്ചയായിട്ടും അപ്പോൾ അതിനൊരു ബ്രോക്കിംഗ് കമ്പനി തന്നെ വേണം. അതെ, ഇത്തരത്തിൽ സർവീസ് ഓറിയൻറ്റഡ് സെക്ഷനിൽ കൂടുതലും ഇപ്പോൾ എസ്റ്റാബ്ലിഷ് ആയി നിൽക്കുന്നത് ബ്രോക്കിംഗ് ഫേമുകളാണ്. ബ്രോക്കിംഗ് ഫേമുകൾക്ക് തീർച്ചയായിട്ടും അവരുടേതായ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ കസ്റ്റമേഴ്സ് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നേരിട്ടല്ല വിളിക്കുക, ബ്രോക്കിംഗ് ഫേമിൽ. അതെ, എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്ന സമയത്ത് ഇപ്പോൾ ഒരു മെഡിക്കൽ ഇൻഷുറൻസ് എടുത്ത ഒരു നമ്മളുടെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലയൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ സാധാരണക്കാരനായ ഒരു ക്ലയൻ്റ് ആയിരിക്കാം. ഹോസ്പിറ്റലിൽ പോയിട്ട് ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നില്ല, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇത് റിജക്ഷന് ആദ്യം വരുന്ന ഇൻഷുറൻസ് കമ്പനിയാണ് ഇത് റിജക്ഷൻ ഫസ്റ്റ് കൊണ്ടുവരാം. അവരെ ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഈ ബ്രോക്കിംഗ് ഫേം ഉള്ളതുകൊണ്ട് നമ്മൾ ഫൈറ്റ് ചെയ്ത് ചിലതും മേടിച്ചു കൊടുക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ വഴിയാണ് പോകുന്നത്, നമ്മൾ ഒരാൾ നമ്മൾ വഴിയാണ് തിരിച്ചു പോയി നമ്മൾ ഫൈറ്റ് ചെയ്ത് വാങ്ങിച്ചു കൊടുക്കുകയാണ്. തീർച്ചയായിട്ടും, കാരണം ആ സമയത്ത് അവർ നമ്പറൊക്കെ എടുത്ത് വിളിച്ച് ആരും എടുക്കണമെന്നില്ല. എടുക്കുന്ന മാത്രമല്ല, പലരും ആ സമയത്ത് ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളെല്ലാം ആ രീതിയിലാണ് പോകുന്നത്. ട്രീറ്റ്മെൻറ്റിൽ പെട്ടെന്ന് ഒരാൾക്ക് ശ്വാസം മുട്ടായിട്ട് പോയി, അവിടെ ഇൻഷുറൻസിൻ്റെ അപ്രൂവൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാനൊന്നും പലരും ഫാമിലി മെമ്പേഴ്സ് സമ്മതിക്കാറില്ല. ചിലപ്പോൾ നമ്മൾ ആ സമയത്ത് തന്നെ പൈസ കൊടുത്ത് ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവാറുണ്ട്. ഇത്തരത്തിലുള്ള പല ഇഷ്യൂസും ഞങ്ങളെ സംബന്ധിച്ച് ഇതെല്ലാം ഡെയിലി ബേസിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ ആക്സിഡൻറ്റ് കേസ് ആവാം, ഡെത്ത് കേസ് ആവാം, പല രീതിയിലുള്ള പ്രശ്നങ്ങളും ഞങ്ങളുടെ അടുത്തേക്ക് എല്ലാ ദിവസവും വരുന്നുണ്ട്. ഇതെല്ലാം ഞങ്ങൾക്കൊരു കോമൺ ഫാക്ടേഴ്സാണ്. ഞങ്ങളെ സംബന്ധിച്ച് ദൈനംദിന കടന്നു വരാത്ത മേഖലയാണത്. കാരണം മലയാള സംരംഭകർ, കാരണം അതൊരു ഭയങ്കര ഒരു മേഖല തന്നെയാണ്. എത്ര എംപ്ലോയീസ് ഉണ്ട് അപ്പോൾ? ഞങ്ങൾക്ക് 30-ലധികം എംപ്ലോയീസ് ആണ് ഇപ്പോൾ ഉള്ളത്. വെരി ഗുഡ്. 30 എംപ്ലോയീസ് ആയി. 30 എംപ്ലോയീസ് ആയി. ചുരുങ്ങിയ ഏത് വർഷമാണ് തുടങ്ങുന്നത്? ഞങ്ങൾ 2022. ഓക്കെ, കഴിഞ്ഞ 3-4 വർഷം കൊണ്ട് അത്രയും വളർന്നു കഴിഞ്ഞു അല്ലേ? തീർച്ചയായിട്ടും. അത് എല്ലാം പല രാജ്യക്കാരാണോ അതോ നമ്മുടെ നാട്ടുകാരൊക്കെ ഉണ്ടോ? തീർച്ചയായിട്ടും. എന്നെ സംബന്ധിച്ച് ഞാൻ കൂടുതലും അവസരങ്ങൾ കൊടുക്കുന്നത് എൻ്റെ നാട്ടുകാർക്കാണ്. അത് എൻ്റെ നാട്ടുകാരെന്ന് ഉദ്ദേശിച്ചത് കേരളം അല്ലെങ്കിൽ തൃശ്ശൂർ മാത്രമല്ല, എൻ്റെ നാട്ടുകാർ, റിയലായിട്ട് എൻ്റെ നാട്ടുകാർ, വലപ്പാട് സ്വദേശികളായ ഒരുപാട് പേർക്ക് അവസരങ്ങൾ കൊടുത്തിട്ടുണ്ട്. വളരെ അപൂർവം പേരാണ് അങ്ങനെ ചെയ്യുക. കാരണം നമ്മുടെ നാട്ടുകാരെ മറക്കരുതല്ലോ അല്ലേ? നമ്മൾ അവിടെ നിന്ന് പോയത്. എന്നെ സംബന്ധിച്ച് ഞാൻ ഇപ്പോഴും ഒരു നാടുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന പ്രവാസി. സാധാരണ പലരും ഒരു തവണ പ്രവാസി ആയി കഴിഞ്ഞാൽ പിന്നെ നാടിൻ്റെ പേര് ചോദിച്ചാൽ പോലും പറയാൻ മടിയുള്ള പ്രവാസികളിൽ നിന്ന് വ്യത്യസ്തനാണ്. എനിക്ക് എൻ്റെ നാട്ടുകാരും അതൊക്കെ വളരെ അഭിമാനത്തോടു കൂടി പറയുന്ന തീർച്ചയായിട്ടും അവരൊരു വ്യക്തിയാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ഏതൊരു സ്ഥാപനത്തിൻ്റെയും വളർച്ച എന്ന് പറയുന്നത്, താങ്കൾ പറഞ്ഞു താങ്കളുടെ കൂടെ 50-ൽ പരം എംപ്ലോയീസ് ഉണ്ടെന്നുള്ളത്, പ്രത്യേകിച്ച് സർവീസ് മേഖലയാണ്. അത് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് എംപ്ലോയി ഫോഴ്സ്. ഇതിൻ്റെ വളർച്ചയ്ക്ക് അവരുടെ കോൺട്രിബ്യൂഷൻ എന്താണ്? തീർച്ചയായിട്ടും എംപ്ലോയീസിനെ മറന്നുകൊണ്ടുള്ളൊരു രീതി നമുക്കില്ല. ഇപ്പോഴത്തെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോൾ ജൻസി കിഡുകളുടെ കാര്യം ഞാൻ ഉദ്ദേശിച്ചിരുന്നു. പഴയ തൊഴിൽ സംസ്കാരമെല്ലാം മാറി. അവരെ സംബന്ധിച്ച് 24 മണിക്കൂറും അല്ലെങ്കിൽ 10 മണിക്കൂറോ 15 മണിക്കൂറോ കണ്ടിന്യൂസ് ആയി ജോലി ചെയ്യുന്ന ഒരു കൾച്ചർ യിൽ മാറി തുടങ്ങിയിട്ടുണ്ട്. അത് ഇവിടെ എനിക്കിവിടെ കാക്കനാട് ഓഫീസ് ഉണ്ടായിരുന്ന ആളാണ്, ബാക്ക് ഓഫീസ് ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ അവിടുത്തെ കൾച്ചർ നമ്മൾ കണ്ടു പഠിച്ചിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും അവർക്ക് എൻജോയ് ചെയ്യണം, അവർക്ക് അവരുടേതായ താല്പര്യങ്ങളുണ്ട്, അപ്പോൾ അവർക്ക് അതിൻ്റേതായ ഫ്രീഡം വേണം. ഇതെല്ലാം എത്രത്തോളം നമ്മളുടെ മാനേജ്മെൻറ്റ് അതിനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നു, അതുപോലെ തന്നെയാണ് അവർ മെൻ്റലി ഫ്രീ ആയി നമ്മുടെ സ്ഥാപനത്തിൽ വരുന്നതിനനുസരിച്ചാണ് അവരുടെ പെർഫോമൻസ് നമ്മൾ കിട്ടുന്നത്. അത്തരത്തിന് വേണ്ടി എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. മന്ത്ലി വൺസ് അവരാണ് നമ്മുടെ നട്ടല്. തീർച്ചയായിട്ടും, കാരണം സർവീസ് ഇൻഡസ്ട്രിയാണ്. അതെ, അത് ഒപ്പം മന്ത്ലി വൺസ് നമ്മൾ അവരുമായിട്ട് തീർച്ചയായിട്ടും ഒരു ഔട്ടിങ് പോകാറുണ്ട്. വീക്ക്ലി വൺസ് അവരുടെ കൺസേൺസ് എല്ലാം ഞാനിരുന്ന് കേൾക്കാറുണ്ട്. അത് ഒരു കമ്പനി സിസ്റ്റമായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട്. ഒപ്പം കൂടുതൽ എംപ്ലോയീസ് നമ്മളുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ താല്പര്യമായിട്ട് വരുന്നുണ്ട്. എന്നാൽ എല്ലാവരെയും നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. എന്നാൽ തീർച്ചയായിട്ടും വളരുമ്പോൾ അവരെയും അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കും. തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് മാത്രമേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. അതിനെല്ലാവരുടെയും കൂടി ഒരു പരിശ്രമം ആണ് വേണ്ടത്. നമ്മളുടെ എംപ്ലോയീസ് എല്ലാം നല്ല രീതിയിൽ, നമ്മൾ എംപ്ലോയീസ് ആയിട്ടല്ല, ആ രീതിയിൽ തന്നെ നമ്മളുടെ കൂടെ തന്നെ നിൽക്കുന്ന നമ്മുടെ സഹോദരങ്ങളായിട്ട് തന്നെയാണ് കൊണ്ടു നടക്കുന്നത്. അപ്പോൾ അവരുടെ ധൈര്യത്തിലാണ് ഞാനിവിടെ നാട്ടിലൊക്കെ വന്ന് പോകുന്നത്. അതിനോടൊപ്പം താങ്കളുടെ പത്നിയും കട്ടയ്ക്ക് കൂടെ ഉണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. അത് വലിയൊരു അനുഗ്രഹമാണ്. അവിടെ ആ ബ്രോക്കിംഗ് സ്ഥാപനം, അപ്പോൾ ഇന്ന് നമുക്ക് എത്ര ക്ലയൻസ് ഉണ്ടാവും, എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? അത് ഒരുപാടുണ്ട്. പറയുമ്പോൾ ഇപ്പോൾ എണ്ണം പോലും പറയാൻ പറ്റാത്ത ക്ലയൻസ്. റീറ്റെയിൽ പ്ലസ് കോർപ്പറേറ്റ്. ഞങ്ങൾ റീറ്റെയിലിൽ കുറച്ചുകൂടെ എസ്റ്റാബ്ലിഷ്ഡ് ആയതുകൊണ്ട് തന്നെ റീറ്റെയിൽ മാർക്കറ്റിൽ എസ്റ്റാബ്ലിഷ് ആകുമ്പോൾ നമ്പർ ഓഫ് ക്ലയൻസ് ഒരുപാടുണ്ടാവും അല്ലേ? പക്ഷെ നമ്മളൊരു എത്ര ബിസിനസ് ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവും? അത് അറൗണ്ട് ഇവിടെ പറയുന്നുണ്ടെങ്കിൽ അറൗണ്ട് 50 to 60 മില്യൺ ആണ്. ഏകദേശം 150 കോടി. 150 കോടി റുപ്പീസിൽ വരുമ്പോൾ ഒരു 150 കോടിയുടെ ബിസിനസ് നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അതൊരു ചെറിയ കാര്യമല്ല. അത് വരും വർഷങ്ങളിൽ ഞങ്ങൾ 2026 അത് 100 മില്യൺ എന്നുള്ള രീതിയിലേക്ക്, അല്ലെങ്കിൽ 250 കോടി എന്നുള്ള രീതിയിലേക്ക് വളർന്നു കഴിയുമ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. റെക്കഗ്നേഷൻസ് കിട്ടിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. UAE മാർക്കറ്റിൽ നമ്മൾക്ക് ഈ വർഷം തന്നെ 3 അവാർഡ്
വിന്നിങ് എന്തൊക്കെ അവാർഡുകളുണ്ട്? അത് ഒന്ന് ടോക്കിയോ മറൈൻ, അതുപോലെ തന്നെ ദുബായ് നാഷണൽ ഇൻഷുറൻസ്, അതുപോലെ നമുക്ക് ആക്സൈഡ് കിട്ടി. അങ്ങനെ പല അവിടുത്തെ പ്രധാനപ്പെട്ട. അപ്പോൾ നിങ്ങൾ ദുബായ് മാർക്കറ്റിൽ ഇൻഷുറൻസ് സെക്ടറിൽ അറിയപ്പെടുന്ന ഒരു സ്ഥാപനമായി വളർന്നു കഴിഞ്ഞു. തീർച്ചയായിട്ടും കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മൾ ശരിക്കും എസ്റ്റാബ്ലിഷ് ആയിട്ടുണ്ട്. ആദ്യത്തെ 1-1.5 വർഷം തീർച്ചയായിട്ടും ഏതൊരു സ്ഥാപനത്തിനും നേരിടുന്ന സ്ട്രഗ്ലിംഗ് നമ്മൾ നേരിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഇൻഡസ്ട്രിയിലേക്ക് അധികം പേര് ഇറങ്ങാത്തൊരു ഇൻഡസ്ട്രിയാണോ ഇത്? തീർച്ചയായിട്ടും ഒരുപാട് പേർ ഇതിലകത്തുണ്ട്, പക്ഷെ പലരും ഫെയിലിയറായിട്ട് തിരിച്ചു പോകാറാണ് സാധാരണ. 1 വർഷം 1.5 വർഷം വരെ ഏതൊരു ടഫ് ജോബാണ്. ഇപ്പോൾ സെയിൽസിൽ വരുന്ന ഏതൊരു സാധാരണക്കാരനാണെങ്കിലും ഞാൻ അവർക്ക് ഫസ്റ്റ് അഡ്വൈസ് കൊടുക്കുന്ന ഇതാണ്: നിങ്ങൾ ആദ്യത്തെ 1 വർഷം അല്ലെങ്കിൽ 1.5 വർഷം നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയാൽ മാത്രമേ ഈ ഫീൽഡിൽ നിങ്ങൾക്ക് ബന്ധങ്ങളുണ്ടാവണം. തീർച്ചയായിട്ടും അവിടെയാണ് നമ്മൾ അല്ലെങ്കിൽ പിന്നെ അത് നമ്മുടെ പാഷനായിരിക്കണം. ഇതൊരിക്കലും സാമ്പത്തികം നോക്കി വരുന്ന ഒരു ജോലിയല്ല ഇതിൽ. എന്നാൽ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവർ നോക്കുമ്പോൾ എന്താ, ഇതിൽ വർക്ക് ചെയ്യുന്ന പലരും വലിയ മില്യനേഴ്സാണ്, അല്ലെങ്കിൽ അവരുടെ ജീവിത സാഹചര്യങ്ങൾ മറ്റ് ചെറിയ ജോലിയിലെല്ലാം നിൽക്കുന്നതിനേക്കാളും വലിയ ജീവിത സാഹചര്യങ്ങളിൽ ജീവിക്കുന്നവരുണ്ട്. അവർ പൊതുവെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം എളുപ്പത്തിൽ അവർ നേടിയെടുത്തതല്ല. ആ ഒരു തിരിച്ചറിവാണ് ഈ ഫീൽഡിലേക്ക് പുതുതായിട്ട് വരുന്ന, സെയിൽസിലേക്ക് വരുന്ന പ്രത്യേകിച്ച് അവരോട് നമുക്ക് പറയാനായിട്ടുള്ളത്. കാരണം അവർ 1.5 വർഷം 2 വർഷം കഷ്ടപ്പെട്ടതിൻ്റെ ഫലമാണ് വരും വർഷങ്ങളിൽ അവർക്ക് കിട്ടുന്നത്. തീർച്ചയായിട്ടും അതിനനുസരിച്ചുള്ള സാമ്പത്തികമായിട്ടുള്ള നേട്ടം അവർക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഇനിയും കിട്ടും. ഇനി അതിലും കൂടുതലായിട്ട് ഒരുപക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്നതിൻ്റെ അപ്പുറത്തേക്കൊക്കെ പോകാം. പക്ഷേ ഇതിലെല്ലാം നമ്മളുടെ അവൈലബിലിറ്റി, അതുപോലെ തന്നെയാണ് നമ്മൾ എത്രത്തോളമാണോ മറ്റ് കസ്റ്റമേഴ്സിന് നമ്മൾ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ അവരുടെ എൻക്വയറികളെ നമുക്ക് പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നത്, ഇതെല്ലാം വലിയ ഫാക്ടറാണ് ഈ ഫീൽഡിൽ. പ്രോഡക്റ്റ് നോളേജ് വലിയൊരു ഫാക്ടറാണ്. അത് പ്രോഡക്റ്റ് പഠിക്കുക എങ്കിൽ മാത്രമേ ഈ ഫീൽഡിലേക്ക് നിങ്ങൾക്ക് സ്ട്രഗിൾ ചെയ്യാതെ പിടിച്ചു വെക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് എനിക്ക് ഇവരുമായിട്ട് കൊടുക്കാനുള്ള അഡ്വൈസ്. നമ്മുടെ നാട്ടിൽ നിന്ന് നിരവധി പേരാണ് അവിടെ തൊഴിൽ തേടിയെത്തുന്നത്. വളരെ കുറച്ച് പേരെങ്കിലുമാണ് അവിടെ അതിന് ശേഷം ഒരു സംരംഭം തുടങ്ങി വിജയിപ്പിച്ച് താങ്കളെ പോലെ ആയിട്ടുള്ളത്. ഇന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് നിരവധി പേരാണ് ഒഴുകി അവിടെ എത്തുന്നത്. പക്ഷെ പഴയ കാലം പോയിപ്പോൾ പുതിയ ജനറേഷനൊക്കെ ജെൻസിയൊക്കെ പറയുന്നത് അവിടെ പോയി ബിസിനസ് തുടങ്ങണം എന്നാണ്. അപ്പോൾ അത്തരം ചെറുപ്പക്കാരോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? അത് ഇവിടെ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊരു വിപ്ലവം വന്നത്, ആദ്യത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ, ജിയോ വന്നതോടുകൂടി എല്ലാവരും സ്വയം എൻ്റർപ്രണർമാരായി മാറുന്നൊരു കാലഘട്ടമാണ്. എല്ലാവർക്കും സ്വന്തമായിട്ടൊരു ഫോണും ഇൻ്റർനെറ്റും ഉള്ളതിൻ്റെ പേരിൽ എല്ലാവരും സ്വയം ബിസിനസ്സുകാരന്മാർ, അല്ലെങ്കിൽ അവർക്കൊരു ബ്രാൻഡ് വളർത്താൻ പറ്റും എന്നുള്ളൊരു ധാരണയിലുണ്ട്. അത് തുടക്കത്തിൽ ആ റീച്ചിന് അനുസരിച്ച് പിന്നിൽ ആ ഒരു രീതി വലിയ രീതിയിൽ ജൻസി കുട്ടികളെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ദുബായിലേക്ക് വരുന്നത്, ദുബായിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്ന്, അവിടെ മൾട്ടിനാഷണൽ കമ്പനികൾ ഒരുപാടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് പ്രവർത്തിക്കുന്ന വലിയൊരു വിഭാഗം അവിടെയുണ്ട്. ഇത് പ്രൊഫഷണലി ലൈസൻസ് വെച്ചുകൊണ്ട് ഗവൺമെൻറ് ചെയ്യുന്ന ഒരു രീതിയാണ്. ഇൻഫ്ലുവൻസേഴ്സിനെല്ലാം അവിടെ ചെറിയ രീതിയിലുള്ള റെസ്ട്രിക്ഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബ്രാൻഡ് എന്നുള്ള രീതിയിലേക്ക് മാത്രം, അല്ലെങ്കിൽ ബിസിനസ് ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ തനിക്കറിയാത്തൊരു ഫീൽഡുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ വന്ന് ചെയ്യുമ്പോൾ വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടം അവർക്കത് നേരിടേണ്ടി വരും. അത് ഒരുപക്ഷെ നാട്ടിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു ബുദ്ധിമുട്ടാണ്. നാട്ടിലാണെങ്കിൽ അവർക്കത് വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടമാവില്ല. പഠിച്ചിട്ട് വേണം അതിൽ ഇറങ്ങാൻ. തീർച്ചയായിട്ടും. അതായത് ഒരു ബിസിനസ്സിലേക്ക് വരുമ്പോൾ ആ ബിസിനസ് എന്താണ്, അത് ഏത് മാർക്കറ്റിലാണ് നമ്മൾ ചെയ്യാൻ വരുന്നത്, ആ മാർക്കറ്റിൽ നിന്ന് റിട്ടേൺ എങ്ങനെയായിരിക്കും വരിക. ഇപ്പോൾ നമ്മൾ റിട്ടേൺ ഇല്ലാതെ 3 വർഷത്തെ നമ്മളുടെ കോസ്റ്റ് നമ്മൾ കൃത്യമായിട്ട്, അല്ലെങ്കിൽ 1 വർഷത്തെയെങ്കിലും കോസ്റ്റ് നമ്മൾ കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്ത് മാത്രം ദുബായിൽ ബിസിനസ് ചെയ്യാൻ വരിക എന്നൊരു അഡ്വൈസാണ് കുട്ടികളോട്. ഇപ്പോഴത്തെ കുട്ടികൾ ഒരുപാട് പേര്, ഞാൻ തന്നെ, കാരണം നമ്മൾ ബിസിനസ്സിലോട്ട് ഇറങ്ങുമ്പോൾ ആദ്യത്തെ ദിവസം തന്നെ പൈസ എടുക്കാമെന്നൊന്നും ചിന്തിക്കരുത്. ചിലപ്പോൾ 1 to 3 years 5 പൈസ എടുക്കാൻ പറ്റില്ല, എന്നാൽ അങ്ങോട്ട് ഇടേണ്ടി വരും എന്നുള്ള ധാരണ ഉണ്ടാവും. തീർച്ചയായിട്ടും അത് നാട്ടിലാണെങ്കിലും അത് തന്നെയാണ്. അതെ, പക്ഷെ നാട്ടിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവിടെ കുറച്ചും കൂടി റൂൾസ് സ്ട്രിക്റ്റ് ആണ്. അപ്പോൾ അത് അവർ നേരിടേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ സാമ്പത്തിക നഷ്ടം വരുന്ന സമയത്ത് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, കേസുകൾ വരാം. തീർച്ചയായിട്ടും അവിടെ ട്രാവൽ ബാൻ വരാം, പല പ്രശ്നങ്ങളും ഉണ്ടാവാം. ഇന്ത്യയുമായിട്ടൊന്നും ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം ബിസിനസ് എന്നുള്ളത് തീർച്ചയായിട്ടും ശ്രദ്ധിച്ച് തന്നെ ചെയ്തില്ലെങ്കിൽ നമ്മൾ അകത്താവും. അതൊരു വലിയ സത്യം തന്നെയാണ്. നമ്മളൊക്കെ നമ്മുടെ മുമ്പിൽ എത്രയോ ആരാധിക്കുന്ന എത്രയോ പേരൊക്കെ നമ്മൾ അകത്തൊക്കെ പോയിട്ട് പിന്നെ നമുക്ക് തന്നെ വിഷമം തോന്നിയിട്ടുണ്ട്. അവരെ ചിലപ്പോൾ ആ നിയമങ്ങളുടെ സ്ട്രിക്ട്നെസ് കൊണ്ടായിരിക്കാം അത്. താങ്കൾ അവിടെ പോയി വിജയിച്ചൊരു സംരംഭകനാണ്. നിങ്ങളുടെ നാടിനെ പ്രണയിക്കുന്ന സ്നേഹിക്കുന്ന ഒരാളാണ്. ഈ നാട്ടിലെന്തെങ്കിലും തുടങ്ങണ്ടേ? നാട്ടിലും തീർച്ചയായിട്ടും ഞാൻ നാടുമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിൽ തീർച്ചയായിട്ടും. അതൊരിക്കലും നാട്ടുകാരെ മറന്നുകൊണ്ടുള്ളൊരു വികസനം ഇല്ല. എനിക്ക് വേണമെങ്കിൽ ഞാനിപ്പോഴും താമസിക്കുന്നത് എൻ്റെ അതേ നാട്ടിലാണ്.
ഞാൻ പഠിച്ച് വളർന്ന അതേ നാട്ടിലാണ് ഇപ്പോഴും താമസിക്കുന്നത്. സാധാരണ പ്രവാസികളെല്ലാം ഒന്ന് എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞാൽ സാധാരണ അവർ നഗരങ്ങളിലേക്ക് മാറും, തൃശ്ശൂരിലേക്ക് മാറാറാണ് സാധാരണ. എനിക്ക് എൻ്റെ അടുത്ത് പലരും ഇങ്ങോട്ട് അഡ്വൈസ് ചെയ്തിട്ടുള്ള കാര്യമാണ്, ബിജു വൈ ആർ നോട്ട് ഗോയിങ് ടു തൃശ്ശൂർ ഓർ കൊച്ചി. ഞാൻ അവരോട് പറയുന്നുണ്ട്, ഇല്ല, എന്നെ സംബന്ധിച്ച് ഈ ഒരു ഏരിയ ഞാനുമായി വളരെ ബന്ധമാണ്. എൻ്റെ അച്ഛനെപ്പോഴും അവിടെയുണ്ട്, UAE വന്ന് പോകാറുണ്ടെങ്കിലും പുള്ളിക്കാരനും ഇഷ്ടം നാട് തന്നെയാണ്. ഞാൻ എൻ്റെ സഹോദരങ്ങൾ, ഫ്രണ്ട്സ് എല്ലാവരുമായിട്ടും ആ ബന്ധം കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രൊജക്റ്റ് നാടിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും മനസ്സിലുണ്ട്. നേരത്തെ ചോദ്യം ഇപ്പോൾ പറയാൻ പറ്റുമോ അറിയില്ലെങ്കിൽ ഞാൻ പറയാം ഒരു എന്നുള്ള രീതിയിൽ. നാടിന് വേണ്ടിയിട്ട് December 1 നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറ് വന്നിട്ടുണ്ടായിരുന്നു UAE. അപ്പോൾ ബിസിനസ് മീറ്റിൽ ഞാനും പങ്കാളിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ തമ്മിൽ ഒരു നാടിന് വേണ്ടിയിട്ടുള്ള ഒരു ബിസിനസ്സിനെ കുറിച്ചിട്ടൊരു സംരംഭത്തെക്കുറിച്ചിട്ട് ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് ഒരു ബീച്ച് ടൂറിസവുമായി ബന്ധപ്പെട്ടാണ്. ബീച്ച് ടൂറിസം? അതെ. എവിടെയാണത്? അത് എൻ്റെ നാട്ടിൽ തന്നെ പലപ്പാട് ബീച്ചുമായി ബന്ധപ്പെട്ട് 2-3 ബീച്ചുകൾ ഏകീകരിച്ചുകൊണ്ട് കഴിമ്പ്രം, അതുപോലെ തന്നെ കോതകുളം, പാലപ്പെട്ടി മുതലുള്ള മേഖലകളെല്ലാം ഏകീകരിച്ചുകൊണ്ട് അതൊരു നല്ല ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളൊരു പ്രോജക്റ്റാണ്. തീർച്ചയായിട്ടും. അതിൽ എന്നെ സംബന്ധിച്ച് എനിക്ക് തീർച്ചയായിട്ടും ഞാനൊരു പ്രവാസിയാണ്. അപ്പോൾ അത് മറന്നുകൊണ്ട് കംപ്ലീറ്റ്ലി നമുക്ക് നാട്ടിലേക്ക് പറിച്ചു നടപ്പെടുക അസാധ്യമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ നാട്ടുകാരുമായിട്ട് ബന്ധപ്പെട്ട് നാട്ടുകാരുടെ പങ്കാളിത്തത്തോടെ ഒരു പ്രൊജക്റ്റാണ് മനസ്സിലുള്ളത്. അപ്പോൾ അത് നല്ല കോടികളുടെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടോ? തീർച്ചയായിട്ടും വലിയ എമൗണ്ട് തന്നെയാണ്. കൺസോർഷ്യം പോലെ നിങ്ങൾ ഒറ്റയ്ക്കാണോ അതോ വേറെ? അല്ലല്ല, നമ്മുടെ നാട്ടിൽ നല്ല വ്യവസായികൾ വേറെയുണ്ട്. നല്ല എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ലോകമറിയുന്ന പല സംരംഭകരുണ്ട്. അവരെല്ലാം അതിന് സഹകരിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വെരി ഗുഡ്. അപ്പോൾ അതിന് എന്ത് തൊഴിൽ സാധ്യതയുണ്ട്? 100-ലധികം പേർക്ക്, നമ്മുടെ നാട്ടുകാരെ 100-ലധികം പേർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ. ആ ബെൽറ്റിൽ തന്നെ? അതെ അതെ, അവിടെ നാട്ടുകാരെ തന്നെ. അവിടെ ഒരു ഡെവലപ്മെന്റ് നടക്കുന്ന ഏരിയ ആണ് ഇപ്പോൾ? അവിടെ ഇപ്പോൾ ഡെവലപ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, എങ്കിലും കൂടുതൽ ഡെവലപ്മെന്റ് വരേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് അവിടുത്തെ എല്ലാവരും ജനപ്രതിനിധികൾ. തീരദേശ റോഡൊക്കെ അതിൽ വരുന്നുണ്ട്? അതെ, അവിടെ 2 പ്രധാനപ്പെട്ട റോഡാണ് വരുന്നത്. ഒന്ന് തീരദേശ ഹൈവേ വരുന്നുണ്ട്, അതുപോലെ തന്നെ നാഷണൽ ഹൈവേയും വരുന്നത് ഏകദേശം ഒരു 2 കിലോമീറ്ററിനുള്ളിൽ തന്നെയാണ്. അപ്പോൾ ഈ 100 പേർക്ക് തൊഴിൽ എന്ന് പറയുന്നത് അവിടെ റെസ്റ്റോറൻറ്റുകളായിരിക്കാം, അങ്ങനെ? അതെ, അത്തരത്തിലുള്ള ടൂറിസവുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയാണ്. അത് വലിയൊരു പ്രോജക്റ്റായിട്ട് നമുക്ക് തയ്യാറാക്കേണ്ടതുണ്ട്. അത് തയ്യാറാക്കി ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടോടെ, ജനങ്ങളുടെ സപ്പോർട്ടോടെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു പ്രോജക്റ്റായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണ് താല്പര്യം. അത് തീർച്ചയായിട്ടും അതിൽ ഞാൻ മാത്രം അല്ലെങ്കിൽ 1-2-3 പേരുടെ അല്ല, ഇത് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ തന്നെ ഇടപെട്ടുകൊണ്ട്. എനിക്ക് ഉറപ്പാണ് നാട്ടുകാരും നിങ്ങളുടെ കൂടെ നിൽക്കാൻ സാധ്യതയുള്ളൊരു പ്രോജക്റ്റാണ്. കാരണം ഇത്രയും തൊഴിൽ സാധ്യതകളും അതുപോലെ തന്നെ ആ പ്രദേശം ഒരു ടൂറിസം മേഖലയായി വളരുമ്പോൾ അതിൻ്റെ ഗുണം താങ്കൾക്ക് മാത്രമല്ല, അതിൽ കൂടുതലുള്ളവർക്ക് മാത്രമല്ലല്ലോ, ആ പ്രദേശം മുഴുവൻ വളരുകയാണ്. അതെ അതെ. അല്ല, നമ്മളിപ്പോൾ പല രാജ്യങ്ങളിൽ സന്ദർശിക്കുമ്പോൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, എവിടെ പോയാലും, ഇപ്പോൾ ഞാൻ കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് റഷ്യ സന്ദർശിച്ചു. അവിടെ സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് എല്ലാം ബീച്ചുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് കിടക്കുന്നത്. ബീച്ച് ടൂറിസമാണ് ലോകം. തായ്ലൻഡിൽ പോയി നോക്കൂ, ഏത് രാജ്യത്ത് പോയാലും ബീച്ച് ഉണ്ടോ അവിടെയെല്ലാം വലിയ രീതിയിലുള്ള വളർച്ച കാണുന്നുണ്ട്. പക്ഷെ അത് നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ അത് അത്രത്തോളം ഇല്ല. നമ്മുടെ നാട്ടിൽ ബീച്ച് ടൂറിസം ഇല്ല എന്നല്ല, പക്ഷേ നമ്മുടെ മനസ്സിലിപ്പോഴും കോവളം അങ്ങനെ അതെ അതെ, വളരെ കുറച്ച് മുൻകാലത്ത് എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളെ തന്നെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നൊരു സ്ഥിതിയുണ്ട്. അത് മാറ്റാൻ ഇപ്പോൾ ഗവൺമെൻറ് ശ്രമിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. കാരണം നമ്മുടെ കേരളം എടുത്താൽ ഒരു സൈഡ് മുഴുവൻ ബീച്ചല്ലേ? അതെ അതെ അതെ. അപ്പോൾ അതിൻ്റെ സാധ്യതകൾ അനന്തമാണ്. അപ്പോൾ അത് വന്നാൽ അത് വിജയിക്കുന്നത് തീർച്ചയായിട്ടും. അത് വിഴിഞ്ഞം പദ്ധതി വന്നതിന് ശേഷം ആ മേഖലകളിലുണ്ടായ മാറ്റങ്ങൾ, അല്ലെങ്കിൽ കേരളത്തിൽ വരാൻ പോകുന്ന മാറ്റങ്ങളെല്ലാം ജനത ഭാവിയിൽ അറിയാൻ പോകുന്നേ ഉള്ളൂ. ഒരുപാട് ബിസിനസ് സാധ്യതകൾ വരും വർഷങ്ങളിൽ കേരളത്തിലുണ്ടാകും. അതിൻ്റെ ഭാഗമായി തന്നെ ബീച്ച് ടൂറിസം വികസിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും. അതിന് വേണ്ടിയിട്ട് നാട്ടിൽ നിന്ന് കുറേയധികം പേർക്ക് തൊഴിൽ കൊടുക്കുന്ന പോലെ തന്നെ ദുബായിൽ ഉണ്ടാക്കിയ പണം ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഇവിടെയും വളർത്താനുള്ള ശ്രമത്തിലാണ്. അതെ അതെ. അല്ല, അതിൽ ഞാൻ പറഞ്ഞല്ലോ, തീർച്ചയായിട്ടും ഞാൻ ഒറ്റയ്ക്കല്ല, അതൊരു വലിയ ജനത തന്നെ കൂടെ നിർത്തിക്കൊണ്ട്, എന്നാൽ എൻ്റെ ഭാഗം ഞാൻ തീർച്ചയായിട്ടും എൻ്റെ ഭാഗത്തുനിന്ന് കോൺട്രിബ്യൂഷൻ ചെയ്യാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി തീർച്ചയായിട്ടും, നേരത്തെ ചോദിച്ച ചോദ്യത്തിലേക്ക് എൻ്റെ ഉത്തരത്തിലേക്ക് വരുമ്പോൾ, ജനങ്ങൾക്ക് വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടി തീർച്ചയായിട്ടും മനസ്സിൽ പല പദ്ധതികളും ഉണ്ട്. അവർക്ക് വേണ്ടി എന്തിനും തയ്യാറായി തന്നെയാണ് നിൽക്കുന്നത്. അതിനോടൊപ്പം നമ്മുടെ UAE തുടങ്ങിയ ആ സ്ഥാപനം വളർച്ചയുടെ പാതയിലുമാണ്. അതെ അതെ, അതാണ് നമ്മളുടെ ഫസ്റ്റ് പ്രയോറിറ്റി. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ എല്ലാവരെയും കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട്, അവിടെ നമ്മൾ സ്വന്തമായിട്ടുള്ള സ്ഥാപനമായതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ റിസ്ക്കും നമ്മളുടെ കയ്യിലാണ്. അപ്പോൾ എന്തായാലും എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടും പ്രാർത്ഥന കൊണ്ടും നമുക്ക് നല്ല രീതിയിൽ പോകുന്നുണ്ട്. തുടർന്ന് നമ്മുടെ ക്ലയൻസ് ആണെങ്കിലും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട പല വ്യവസായ സംരംഭങ്ങൾ നടത്തുന്നവരാണെങ്കിലും നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് വളരെ നല്ല രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സപ്പോർട്ട് തുടർന്നും വരുന്നെന്ന് പ്രതീക്ഷിക്കുന്നിടത്തോളം കാലം
ബിസിനസ് ഗ്രോ ചെയ്യുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾ കേട്ടു ബിജു പുളിക്കൽ. അദ്ദേഹം തൃശ്ശൂർ സ്വദേശിയാണ്. നാടിനെ മറക്കാതെ വേറൊരു സ്ഥലത്ത് പോയി ഒരു തൊഴിൽ കണ്ടെത്തി അതിൽ പ്രാവീണ്യം തെളിയിച്ച് 10 വർഷത്തോളം അതിൽ പ്രാവീണ്യം തെളിയിച്ചതിന് ശേഷം അതേ മേഖലയിൽ വലിയ റിസ്ക് എടുത്തിട്ട് ഒരു ഇൻഷുറൻസ് ബ്രോക്കിംഗ് സ്ഥാപനം തുടങ്ങുന്നു. ഇന്ന് നിരവധി പേർക്ക് തൊഴിൽ കൊടുക്കാനായി. അതിൽ ഭൂരിഭാഗം ആൾക്കാരും നമ്മുടെ നാട്ടുകാരാണെന്ന് പറയുന്നത്. അപ്പോൾ അത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ നാടിനെ മറന്നിട്ടില്ല. അദ്ദേഹം അവിടെ പോയി വിജയിച്ചു എന്ന് മാത്രമല്ല, സർവീസ് ഇൻഡസ്ട്രിയിലാണ്. നമുക്കറിയാം സർവീസ് ഇൻഡസ്ട്രി നല്ല പ്രഷറുള്ള ജോലിയാണ്, എപ്പോൾ വേണമെങ്കിലും ചീത്ത കേൾക്കാം എന്നുള്ളതാണ്. പക്ഷേ അദ്ദേഹത്തിന് അത് വളരെ എളുപ്പമുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം അദ്ദേഹം മേഖലയിലാണ് പ്രാവീണ്യം തെളിയിച്ചത്. അദ്ദേഹത്തിന് കൂട്ടായി അദ്ദേഹത്തിൻ്റെ പത്നിയുണ്ട്, കൂടെ നിൽക്കാൻ നല്ല എംപ്ലോയീസും ഉണ്ട്. അതിനോടൊപ്പം തന്നെ അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയം, അദ്ദേഹത്തിൻ്റെ നാട്ടിൽ തന്നെ ഒരു ബീച്ച് ടൂറിസം, കേരളം വളരണമെങ്കിൽ ടൂറിസത്തിന് വലിയ സാധ്യതകളുണ്ട്. നമ്മുടെ റവന്യൂ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു മേഖല ടൂറിസം തന്നെയാണ്. നമ്മളൊക്കെ കുറച്ചുകൂടിയൊക്കെ വിശാലമായി ചിന്തിക്കുകയും അതോടൊപ്പം തന്നെ പുറത്തുനിന്ന് ആൾക്കാർ നിരവധി പേർ ഇവിടെ വരണം, നമ്മുടെ നാടും സംസ്കാരവും നമ്മുടെ ഭക്ഷണമൊക്കെ കഴിക്കണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുമ്പോഴാണ് നല്ല സംസ്കാരം ഉണ്ടാകുന്ന ഒരു ടൂറിസം അതിനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരുന്നത്. ഇത്തരം സംരംഭകർ ഇനി അങ്ങനെ തന്നെ ചിന്തിച്ചാലേ നമ്മുടെ നാട്ടിൽ വികസനം വരുള്ളൂ, ടൂറിസം മേഖലയിൽ പ്രത്യേകിച്ച്. വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. താങ്കൾ വളരെ എളിയ രീതിയിലൊരു ജോലി ചെയ്തിരുന്ന ഒരാളാണ്. പക്ഷേ അവിടെ നിന്ന് വളർന്ന് ഒരു ബ്രോക്കിംഗ് സ്ഥാപനം തുടങ്ങാനും നിരവധി പേർക്ക് തൊഴിൽ കൊടുക്കാനും അതിനോടൊപ്പം തന്നെ നാടിനെ മറക്കാതെ ഇവിടെ വന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരു കൺസോർഷ്യം ഉണ്ടാക്കാനും ഒക്കെ പരിശ്രമിക്കുന്നത് വലിയ കാര്യം തന്നെയാണ്. ഞാൻ എൻ്റെ വ്യക്തിപരമായ പേരിലും സ്പാർക്കിൻ്റെ എല്ലാ പ്രേക്ഷകരുടെ പേരിലും എല്ലാ ആശംസകൾ അർപ്പിക്കുന്നു.